66 പുസ്തകങ്ങൾ അടങ്ങിയ ഒറ്റ ബുക്കാണ് ദ ബൈബിൾ. അമേസിങ്. 1400ഓളം വർഷങ്ങൾക്ക് കൊണ്ട് 40ഓളം എഴുത്തുകാര് എഴുതിയ അത്ഭുതകരമായ ഒരു പുസ്തകമാണ് വിശുദ്ധ തിരുവെഴുത്ത്, ദ ബൈബിൾ. പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ 40ൽ പരം എഴുത്തുകാര്, വ്യത്യസ്ത പ്രൊഫഷനിലുള്ളവർ, എഴുതിയത് മുഴുവനും ആത്മാവിൻ്റെ പ്രേരണയാൽ ദൈവശ്വാസ്യമാകുന്ന ദൈവത്തിൻ്റെ വചനം അവർ എഴുതി. It all comes to one person, Jesus Christ. That is the miracle of this book. ഈ പുസ്തകത്തെ പഴയ നിയമം എന്നും പുതിയ നിയമം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് അറിയാം. ഇറ്റ് ഈസ് വൺ ബുക്ക്, ബട്ട് ഓൾഡ് ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ് രണ്ട് പ്രധാനപ്പെട്ട ഉടമ്പടികളാണ് ദൈവം മനുഷ്യനോട് ചെയ്തത്. അതാണ് ഈ ഓൾഡ് ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ് എന്നുള്ളത്. ഓൾഡ് ടെസ്റ്റമെന്റിനെ 4ആയി വിഭജിച്ച് നിങ്ങൾ എഴുതിയെടുക്കണം. നിങ്ങളൊക്കെ പേനയും നോട്ടും കൊണ്ടൊക്കെ ഇരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. നമ്പർ 1, ആദ്യത്തെ 5 മോശൈക ഗ്രന്ഥങ്ങൾ, പെന്ററ്റൂക്ക്, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. അടുത്ത വിഭജനം 12 ചരിത്ര പുസ്തകങ്ങൾ, യോശുവ, ന്യായാധിപന്മാർ, രൂത്ത്, 1ഉം 2ഉം ശമൂവേലിന്റെ പുസ്തകം, 1ഉം 2ഉം രാജാക്കന്മാരുടെ പുസ്തകം, 1ഉം 2ഉം ദിനവൃത്താന്തങ്ങൾ, എസ്ര, നെഹമ്യ, എസ്തർ. 12 ഹിസ്റ്റോറിക്കൽ ബുക്സ്. മൂന്നാമത്തെ പിരിവ് 5 കാവ്യ പുസ്തകങ്ങൾ, പോയറ്റിക്കൽ ബുക്സ്. ഇയ്യോബ്, സങ്കീർത്തനം, സദൃശ്യവാക്യം, സഭാപ്രസംഗി, സോങ് ഓഫ് സോളമൻ, ഉത്തമഗീതം. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഈസി വേ പറഞ്ഞു തരാം. ഐ നോ യു ആർ സ്ട്രഗിളിങ്. ഞാൻ ഇച്ചിരി വേഗത്തിൽ പോകുന്നുണ്ട്. ജസ്റ്റ് ഇൻഡെക്സ് എടുത്തിട്ട് ആദ്യത്തെ 5 പുസ്തകം ഒരു വര ഇങ്ങനെ കൊടുത്തിട്ട് പെന്ററ്റൂക്ക്, പിന്നത്തെ 12 ഒരു വര വരച്ചിട്ട് ഹിസ്റ്റോറിക്കൽ ബുക്ക്, പിന്നത്തെ പോയറ്റിക്കൽ ഒരു വര വരച്ചിട്ട് 5. ഇറ്റ്സ് വെരി ഈസി. യു ക്യാൻ ഈസിലി ടേക്ക് ഇറ്റ് ഡൗൺ. 4ാമത്തെ പിരിവ് പ്രവചന പുസ്തകങ്ങളാണ്. ആ പ്രവചന പുസ്തകങ്ങൾ തന്നെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ആദ്യത്തെ 5 പുസ്തകങ്ങൾ മേജർ പ്രോഫറ്റ്സ്. അതേതൊക്കെയാണ്? യെശയ്യാവ്, ഇരമ്യാവ് തന്നെ എഴുതിയ വിലാപങ്ങളുടെ പുസ്തകം, എസെക്കിയേൽ, ഡാനിയേൽ. ഇതിനകത്തൊക്കെ എന്തിന് ആത്മീയത ഇരിക്കുന്നത്? ഒത്തിരി ഉണ്ട്, പഠിക്കണം ഇത്. റോമാലേഖനത്തിൻ്റെ ശ്രേഷ്ഠതയും റോമാലേഖനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ I am giving you an overall picture of the Bible. 12 മൈനർ പ്രോഫറ്റ്സ്, ഹോശിയ, യോയേൽ, ആമോസ്, ഒബേദ്യ, യോന, മീഖ, നാഹൂം, ഹബക്കൂക്ക്, സെഫന്യ, ഹഗ്ഗായി, സെക്കറിയ, മലാഖി. That's the end of the old covenant. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുണ്ട്. ഇതുപോലെ തന്നെ 4 മേജർ ഡിവിഷൻസ് ഉണ്ട് പുതിയ നിയമത്തിൽ. നമ്പർ 1, ദ ഗോസ്പൽസ്, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ദ 4 ഗോസ്പൽസ്. രണ്ടാമത്തേത് അപ്പോസ്തല പ്രവർത്തികൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചരിത്ര പുസ്തകം. കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട്
ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ശേഷം പരിശുദ്ധാത്മാവിനെ പിതാവിൽ നിന്ന് വാങ്ങി കാത്തിരുന്നവരുടെ മേൽ പകർന്ന ശേഷം 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ ആത്മശക്തിയോടെ പ്രവർത്തിച്ചതിൻ്റെ 30 വർഷത്തെ ചരിത്രമാണ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, റിട്ടൺ ബൈ ദ ഗോസ്പൽ റൈറ്റർ ലൂക്ക്. മൂന്നാമത് ലേഖനങ്ങളാണ്. ആ ലേഖനങ്ങളെ രണ്ടായിട്ട് തിരിക്കണം. ഒന്ന്, പൗലോസിൻ്റെ ലേഖനങ്ങൾ, പോളിൻ എപ്പിസൽസ്. എബ്രായ ലേഖനം ഒഴിച്ചാൽ 13 പോളിൻ എപ്പിസൽസ്. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞത്? എബ്രായ ലേഖനത്തെക്കുറിച്ച് വചനം പഠിക്കുന്ന പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ശരിക്കും അതിൻ്റെ ഓഥർ ആരാണ് എന്നുള്ളത്, ഹ്യൂമൻ ഓഥർ ആരാണെന്നുള്ളത് നമുക്ക് അറിയില്ല. ചിലർ ചിന്തിക്കുന്നു ഇറ്റ് കുഡ് ബി പോൾ, ചിലർ ചിന്തിക്കുന്നു നോ. അതിന് നമ്മളൊരു തീസിസ് എഴുതാൻ നിൽക്കണ്ട. ഇറ്റ് ഈസ് ഗിവൺ ടു us by the Holy Spirit and praise the Lord. പോൾ എഴുതി എന്ന് കരുതപ്പെടുന്ന 13 പോളൈൻ എപ്പിസൽസ്, അതിനകത്ത് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതിൽ കാരാഗ്രഹ ലേഖനങ്ങൾ, എഫേസ്യ ലേഖനം, ഫിലിപ്പ് ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലമോന്റെ ലേഖനം, പ്രിസൺ എപ്പിസൽസ്, കാരാഗ്രഹ ലേഖനങ്ങൾ. ഈ 13-ൽ വേറൊരു പിരിവുണ്ട്, പാസ്റ്റോറൽ എപ്പിസൽസ്, ഇടയലേഖനങ്ങൾ. 1 തിമോത്തി, 2 തിമോത്തി, തീത്തോസിൻ്റെ ലേഖനം. ഇതാണ് 13 ലേഖനങ്ങൾ. ബാക്കിയുള്ള 8 ലേഖനങ്ങളെ വിളിക്കുന്നത് ജനറൽ എപ്പിസൽസ്. ജനറൽ എപ്പിസൽസ്. എബ്രായ ലേഖനം, 1-2 പത്രോസിൻ്റെ ലേഖനങ്ങൾ, 1-2-3 യോഹന്നാൻ്റെ ലേഖനങ്ങൾ, യൂദയുടെ ലേഖനം. ലേഖനം, എപ്പിസിൽ എന്ന് പറഞ്ഞാൽ കത്തെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം, ലെറ്റർ. These were letters written to individuals, to churches. എപ്പിസിൽ എന്ന വാക്ക് എപ്പിസ്റ്റോൾ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉണ്ടായത്. അർത്ഥം ലെറ്റർ ഓർ മെസ്സേജ്. 4-ാമത്തെ പിരിവ് പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകം, ബൈബിളിലെ അവസാന പുസ്തകം, ദ ബുക്ക് ഓഫ് റെവലേഷൻ, റിട്ടൺ ബൈ ദി അപ്പോസ്റ്റൽ ജോൺ. ബൈബിളിൻ്റെ 66 പുസ്തകത്തിൻ്റെ ഒരു ഡിവിഷനാണ്, ഘടനയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനിയും നിങ്ങൾ എഴുതിയെടുക്കുക. ശരിക്കും ഈ 66 പുസ്തകം ഒറ്റയാളിനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ മിറക്കിൾ. എന്ന് പറഞ്ഞാൽ സബ് ടൈറ്റിൽസോ ചെറിയ തീമുകൾ അവിടവിടങ്ങളിലായിട്ടുണ്ടെങ്കിലും ദ മെയിൻ മെസ്സേജ് ഈസ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. നമ്മളെല്ലാവരും അത് മനസ്സിലാക്കിയിരിക്കണം. ഇറ്റ് ഈസ് വൺ ബുക്ക് റിട്ടൺ അബൌട്ട് വൺ പേഴ്സൺ. പഴയ നിയമത്തിൽ വാസ്തവത്തിൽ നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആന്റിസിപ്പേഷനാണ്. സുവിശേഷങ്ങളിൽ കാണുന്നത് പ്രസന്റേഷനാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത് കണ്ടിന്യൂവേഷൻ ഓഫ് ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ്. എപ്പിസിൽസിൽ കാണുന്നത് എക്സ്പ്ലനേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് കൺസ്യൂമേഷൻ ഓഫ് ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ്. ഇറ്റ്സ് അബൌട്ട് വൺ പേഴ്സൺ. പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു മസ്സയ വരുന്നുണ്ട്. സുവിശേഷത്തിൽ മസ്സയായെ പ്രസന്റ് ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികളിൽ
കർത്താവിൻ്റെ വർക്ക് സഭയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ലേഖനങ്ങൾ വന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറച്ചുകൂടെ അവിടുത്തെ പ്രവർത്തനങ്ങളും ഉപദേശങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യുക. വെളിപ്പാട് പുസ്തകത്തിൽ ആ പ്രവർത്തനങ്ങളുടെ എല്ലാം കൺസ്യൂമേഷൻ, അതിൻ്റെ ക്ലൈമാക്സ്, ഇറ്റ്സ് ഓൾ അബൌട്ട് വൺ പേഴ്സൺ. ഇറ്റ്സ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. അതാണ് നമ്മുടെ കയ്യിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന വിശുദ്ധ തിരുവെഴുത്ത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ജീസസ്. അതുകൊണ്ട് എല്ലാ ദിവസവും വായിക്കണം. എല്ലായ്പ്പോഴും മനസ്സിലൂടെ ഈ വചനങ്ങളിട്ട് ചിന്തിക്കണം. വായിച്ചത് ശരിക്ക് ചിന്തിക്കുന്നതിനെയാണ് ധ്യാനിക്കുക എന്ന് വിളിക്കുന്നത്. ഫോക്കസ്ഡ് തിങ്കിങ് ആണ് മെഡിറ്റേഷൻ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. For God so loved the world that he gave his only begotten Son, that whosoever believeth in him should not perish but have everlasting life. മലയാളത്തിൽ ഒന്ന് വായിക്കാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇതാണ് ബൈബിൾ. ബൈബിളിന്റെ മുഖ്യ വിഷയം ഇതാണ്. ജീസസ് മനുഷ്യന്റെ പ്രശ്നമാകുന്ന പാപത്തിന് പരിഹാരമുണ്ടാക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ സബ് തീമുകളൊക്കെ കണ്ടേക്കാം, ചെറിയ ചെറിയ മറ്റ് തീമുകൾ കണ്ടേക്കാം. പക്ഷെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ബൈബിളിൻ്റെത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. That Jesus came into the world to provide the way of salvation for all people, not just for the Jews but for all people. നമ്മൾ പഠിച്ചിട്ടുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം എടുത്താട്ട് 5-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഫരീസയർ യഹൂദന്മാരുമായിട്ട് കർത്താവ് അത്ഭുത രോഗസൗഖ്യത്തിന് ശേഷം, അത് ഒരു ശബത്ത് ദിവസമാണ് കർത്താവ് ചെയ്തത്. അവർക്ക് അതിന് ഒബ്ജക്ഷൻ ഉണ്ടായി. അതിനുശേഷം കർത്താവ് അവരുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ. അതിൻ്റെ 39-40 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾ ഈ തിരുവെഴുത്തുകളൊക്കെ ഏണസ്റ്റായിട്ട് ഡിലിജൻ്റായിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ തിരുവെഴുത്തുകളെല്ലാം എന്നെക്കുറിച്ചാണ് പറയുന്നത്. നിത്യജീവൻ പ്രാപിക്കാൻ എൻ്റെ അടുക്കൽ വരുന്നില്ല എന്ന് കർത്താവ് പറയുന്നു. എന്നിട്ട് 46-ാം വാക്യം, നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. See, all the Old Testament was written about Jesus. The Psalms, the Old Testament, the prophets, everything is about Jesus Christ. This is miraculous. Hallelujah. കുറച്ചുകൂടെ ഒരു നട്ഷലിൽ ഞാൻ പറയാം. ബൈബിൾ ഒറ്റ വ്യക്തിയെക്കുറിച്ചും 2 പ്രധാനപ്പെട്ട ഇവന്റുകളെ കുറിച്ചുമാണ്. About one person and 2 events. Person ആരാ? We know. It's about Jesus Christ. 2 ഇവന്റ് എന്താ? ഒന്ന്, കർത്താവിൻ്റെ 1-ാം വരവ്, പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി. മറ്റേത് 2-ാം വരവ്, തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി. That's it. That is the Bible. What is the Bible? It's about Jesus and the events, first coming and the second coming of Jesus Christ. That's the whole thing. ഇതെല്ലാം ഒരു വ്യക്തിയെ കുറിച്ചാണ്, ഒരു രക്ഷകൻ. യോഹന്നാൻ 14:6 മനപ്പാടമായിട്ട് ഇപ്പോൾ തന്നെ മനസ്സിൽ വരുന്നെങ്കിൽ എൻ്റെ കൂടെ പറ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ല.
അപ്പോസ്തല പ്രവൃത്തി 4:12 ഓർമ്മയിൽ വരുന്നെങ്കിൽ പെട്ടെന്ന് പറ. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാ. എന്നെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഈ ബൈബിളിന്റെ പ്രാധാന്യത തിരിച്ചറിയാത്തവരുണ്ടെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്തവർ ഉണ്ടെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പുസ്തകത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി നിങ്ങളുടെ ശ്രദ്ധ ലൗകിക കാര്യങ്ങളിൽ നിന്ന് മാറ്റി ഇതിൽ കേന്ദ്രീകരിക്കാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. റോമാലേഖനം പൗലോസ് എഴുതിയ ലോങ്സ്റ്റ് എപ്പിസ്റ്റൽ, അതിൻ്റെ 1 വാക്യം മുതൽ ഞാൻ വായിക്കാൻ പോകുന്നു. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തോലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്, റോമിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. ഇന്ന് കത്തുകളുടെയൊക്കെ കാലം കഴിഞ്ഞ് കേട്ടോ. ഇന്നിപ്പോൾ ഇമെയിലും അങ്ങനെ വലിയ ഇതൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല. എങ്കിലും ഒരു ഫോർമാറ്റുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ കത്തുകളായിരുന്നു. ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ പിതാവ് എന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് പ്രൊഫഷണലായി ബിസിനസ് ലെറ്റേഴ്സ് കൺസ്ട്രക്ട് ചെയ്ത് എഴുതാൻ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഐ ഹാവ് മാർവൽഡ് അറ്റ് ഹൗ ഹി ഡസ് ഇറ്റ്. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. പലപ്പോഴും ഈ ലെറ്റേഴ്സ് എല്ലാം എഴുതുമ്പോൾ, അത് പേഴ്സണൽ ആകട്ടെ ബിസിനസ് ആകട്ടെ, ഈ എഴുതുന്നയാളാണ് അവസാനം കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഇന്നാരാണെന്നും പറഞ്ഞ് സൈൻ ചെയ്യുന്നത്. പക്ഷേ പോളൊക്കെ എഴുതുന്ന കാലഘട്ടത്തിൽ ദി സെൻറ്റർ ഈസ് ഇൻട്രൊഡ്യൂസ് ഫസ്റ്റ്. ആരാണിത് എഴുതുന്നത്, ആർക്ക് വേണ്ടിയാണ്, ആ ഒരു ഫോർമാറ്റാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളൊക്കെ എഴുതുന്ന കാലഘട്ടത്തിൽ, ഇന്നതൊക്കെ പോയി എങ്കിലും നമ്മൾ എഴുതുന്ന കാലഘട്ടത്തിൽ സെൻറ്ററിൻ്റെ ആദ്യമാണ് ടു മെസ്സേഴ്സ് സോ ആൻഡ് സോ, അല്ലെങ്കിൽ ടു മത്തായി ജോസഫ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. എന്നിട്ട് അവസാനമാണ് താങ്കിങ് യു ഓർ യോർ സിൻസിയർലി എബ്രഹാം തോമസ് ഓർ സജി മാമൻ ഓർ വാട്ട് എവർ. ഇറ്റ്സ് ഡിഫറെൻറ്റ് സ്റ്റൈൽ. പോള് അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് പറയുന്നത്. ഇത് പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയാത്തത് തോന്നും. ഇൻ ദ ഗ്രീക്ക് ലാംഗ്വേജ് ആദ്യത്തെ 7 വാക്യങ്ങൾ 1 വേഴ്സാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും ഇത് എന്നാ ബിറ്റ്സ് ബൈ ബിറ്റ്സ് ആക്കണം. എനിക്കൊന്ന് ചൂ ചെയ്യാൻ മൺ ചെയ്യാൻ ഫുഡിന് നല്ലതാണ് അല്ലേ, എല്ലാം കൂടെ എടുത്തോ കഴിക്കുക. നോ, ബിറ്റ് ബൈ ബിറ്റ്. കഴിഞ്ഞ ദിവസം മായമില്ലാത്ത പാല് കുടിക്കുക, പിന്നെ കട്ടിയായ ആഹാരമുണ്ട്. ഓക്കെ, ചിലതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മുറിച്ച് അങ്ങനെ ആകുമ്പോൾ ഡൈജഷൻ ശരിക്കും. അതുപോലെയാണിത്. ദൈവത്തിൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി. സുവിശേഷം ഇന്നലെ ഇന്നും കണ്ടുപിടിച്ച സംഭവമല്ല. മനസ്സിലാക്കണം അത്. ദ ഗോസ്പൽ ഈസ് ഗുഡ് ന്യൂസ് ബട്ട് നോട്ട് ന്യൂ ന്യൂസ്. ഇത് പണ്ട് തൊട്ടേ പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞതാ. പൗലോസ് ഉണ്ടാക്കിയതല്ല, സുന്നദോസ് കൂടി ഉണ്ടാക്കിയതല്ല. ദൈവം പ്ലാൻ ചെയ്തതാ മുൻകൂട്ടി തന്നെ. അത് പ്രവാചകന്മാരിലൂടെ അറിയിച്ചതാണ്. എന്ത് ശ്രേഷ്ഠമേറിയ കാര്യമാണ്. നാം വിശ്വസിക്കുന്ന സുവിശേഷം മനുഷ്യ നിർമ്മിതമല്ല. The source is God himself. ഇത് പെട്ടെന്ന് തല്ലിക്കുട്ടിയതോ കണ്ടുപിടിച്ചോ ഒന്നുമല്ല. It is pre-planned. It was from the beginning.
തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. വിശ്വസിക്കാത്തവർ മനസ്സിലാക്കണം, ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ തത്വസംഹിതകളല്ല, അതൊക്കെ മനുഷ്യൻ തല്ലിക്കൂട്ടിയതാണ്. ദൈവത്തിൻ്റെ സുവിശേഷം മനുഷ്യനിർമ്മിതമല്ല. ഇത് മുൻകൂട്ടി പ്രവാചകന്മാർ പറഞ്ഞതാ. ദൈവത്തിൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു. അപ്പോൾ സുവിശേഷം എന്താ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാ സുവിശേഷം. അതാ ദൈവത്തിൻ്റെ സുവിശേഷം. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഗുഡ് ന്യൂസ്. That is the gospel. What is the gospel? What is the good news? The good news is about Jesus Christ. It is about a person. വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തോലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ് റോമിലുള്ള ആളുകളെ പോൾ മിക്കവരെയും കണ്ടിട്ടില്ല. പൗലോസ് അല്ല റോമിലെ സഭ സ്ഥാപിച്ചത്, പത്രോസും അല്ലെന്ന് ഞാൻ എടുത്തു പറയുക. ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ ഒരു ധാരണയുള്ളവരുണ്ട്. പോളിന്റെ ഹൃദയത്തിൽ ആഗ്രഹം വന്നിട്ടുണ്ട്. ഐ ലൈക്ക് ടു സീ ദം, ഐ ലൈക്ക് ടു ഗോ ആൻഡ് പ്രീച്ച് ദ വേർഡ് ദേർ. അതിൽ മിക്ക ആളുകളെയും അറിയത്തില്ല. അതുകൊണ്ട് കത്തിന്റെ ആരംഭത്തിൽ താൻ ആരാണ്, തൻ്റെ അധികാരം എന്താണ്, തൻ്റെ സമർപ്പണം എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാരംഭത്തിൽ താൻ പറയുകയാണ്. അതിനുശേഷം താൻ പറയുന്ന സുവിശേഷം എന്താണ്? കത്തെഴുതിയത് പൗലോസ് തന്നെയാണെന്നുള്ളത് ഈ വാക്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ചില ഇടങ്ങളിൽ ചിലര് അവിടെയും ഇവിടെയും ഒക്കെ പൗലോസ് അല്ലായിരിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും വിലപ്പോയിട്ടില്ല. മെയിൻ ലൈൻ സ്കോളർഷിപ്പ് എല്ലാം അതിനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പോൾ തന്നെയാണ് ഇതിൻ്റെ ഓഥർ എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. സഭ പാരമ്പര്യമായിട്ടും അതാണ് വിശ്വസിച്ചിട്ടുള്ളത്. ഈ റോമിലെ സഭ പൗലോസുമല്ല പത്രോസുമല്ല സ്ഥാപിച്ചെങ്കിൽ പിന്നെ ആരാ സ്ഥാപിച്ചത്? ശരിക്കു പറഞ്ഞാൽ റോമിലെ സഭയുടെ ഉത്ഭവത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് രേഖകൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയത്തില്ല. എങ്കിലും ഒരു ചിന്ത പറയാം. പെന്തക്കോസ്ത് ദിവസം നടന്ന ആത്മപകർച്ചയിൽ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ റോമിലുള്ളവരും ഉണ്ടായിരുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. ഒരു പക്ഷെങ്കിൽ അവര് ഒക്കെ ചെന്ന് അവരുടെ യാത്രകളിൽ സുവിശേഷം പറഞ്ഞ് പ്രചരിപ്പിച്ചതായിരിക്കാം റോമിൽ ഒരു സഭ ഉടലെടുത്തത് എന്ന് ചിലർ ചിന്തിക്കുന്നു. സൂചനകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് രേഖകളില്ല. ബട്ട് ദർ വാസ് എ സ്ട്രോങ് ക്രിസ്ത്യൻ ചർച്ച്. ആദ്യമൊക്കെ അത് യഹൂദന്മാർ പ്രധാനമായിട്ടുണ്ടായിരുന്നെങ്കിലും പിൻകാലങ്ങളിൽ ജാതീയ പശ്ചാത്തലത്തിലും ആളുകൾ വന്ന് അങ്ങനെ ഒരു സോളിഡ് സഭ അവിടെ ഉണ്ടായിരുന്നു. അവർക്കാണ് പോൾ ഈ കത്ത് അയക്കുന്നത്. ഞാൻ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞു, ഇത് മനുഷ്യനിർമ്മിതമല്ല. ഈ റോമാലേഖനത്തിൻ്റെ കാതലായ തീമാണ് എന്നെ ഈ ദിവസങ്ങളിലെല്ലാം അലട്ടിക്കൊണ്ടിരുന്നത്.
the righteousness of God. മനുഷ്യൻ എങ്ങനെയാണ് ദൈവം നീതിമാനായ ദൈവത്തിന്റെ മുൻപിൽ നീതീകരിക്കപ്പെടുന്നത്? ന്യായപ്രമാണം കൊടുത്തു യഹൂദന്, അത് അനുസരിച്ച് നീതീകരിക്കപ്പെടുവാൻ പടാപ്പാടുപെടുകയാണ്, അവനെ കൊണ്ട് സാധിക്കുന്നില്ല. How can a sinful man stand before a righteous and holy God? അതാണ് ഇതിന്റെ മെയിൻ പ്രമേയം. ഞാൻ ഇൻക്രീസ് ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോഴെല്ലാം എനിക്ക് മനസ്സിലായത്, പീപ്പിൾ ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് ദ ഗോസ്പൽ. പീപ്പിൾ ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് ദ ഗോസ്പൽ. ഇറ്റ് ഈസ് വെരി ഹാർഡ്. ഞാൻ അല്പം ഒന്ന് ചരിത്രത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യം പറയാം. റോമാ ലേഖനം ശരിക്കും മനസ്സിലായാൽ വിപ്ലവം ഉണ്ടാവും. ചരിത്രമാണ് ഞാൻ പറയുന്നത്. ചരിത്രം പറയുന്നത് നവീകരണം ഉണ്ടായത് റോമാലേഖനത്തിലെ ഒരു വാക്യം ഒരു മനുഷ്യനെ കൊളുത്തിയതാണ്. ജോൺ വെസ്ലിയുടെ കാലഘട്ടത്തിൽ ഉണർവുണ്ടായത് ആ മനുഷ്യൻ റോമാലേഖനത്താൽ സ്പർശിക്കപ്പെട്ടതാണ്. സഭാപിതാവായ അഗസ്റ്റിന് ഉണർവുണ്ടാകാൻ കാരണം ഇറ്റ്സ് റോമൻസ്. ഇത് പഠിക്കുന്നത് നിമിത്തം ഈ ചർച്ചിന്റെ മുഖച്ഛായ മാറും. സുവിശേഷം എന്താണെന്ന് ആദ്യം മനസ്സിലാകുമ്പോഴാണ് ഇറ്റ് ബ്രിങ്സ് സച്ച് റിവൈവൽ ഇൻടു അവർ ഹാർട്ട്സ്. ഓഗസ്റ്റിനെ കുറിച്ചൊക്കെ വളരെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് ശരിക്കും ഉണർവുണ്ടായത് 354-430 AD കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഓഗസ്റ്റിൻ. സെയിന്റ് അഗസ്റ്റിൻ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ കൺഫെഷൻസിനെ കുറിച്ചൊക്കെ ഉള്ള വലിയ പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ശരിക്കും 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ മനുഷ്യനെ ഭയങ്കര അക്കാഡമിക് എബിലിറ്റി ഉള്ള മനുഷ്യനായിരുന്നു, ബുദ്ധിജീവിയായിരുന്നു. പക്ഷേ ആള് ഭയങ്കര പാപത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ അമ്മ മോണിക്ക ഈ മനുഷ്യൻ്റെ മാനസാന്തരത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുക മാത്രമല്ല, ആ കാലഘട്ടത്തിൽ മിലാനിലെ ബിഷപ്പാകുന്ന ആംബ്രോസിൻ്റെ അടുത്ത് വന്ന് കണ്ണുനീരോടെ സങ്കടത്തോടെ തൻ്റെ വേദനകൾ അറിയിക്കുമായിരുന്നു. എൻ്റെ ഈ മകൻ ഈ നിലയിൽ പാപത്തിലാണ്, പാപത്താൽ പിടിക്കപ്പെട്ടുകയാണ്, പ്രാർത്ഥിക്കണം നിരന്തരമായിട്ടൊന്ന് പറയുമായിരുന്നു. ആ ബിഷപ്പ് ആംബ്രോസ് ആ സഹോദരിയെ ധൈര്യപ്പെടുത്തി ഏതെങ്കിലും സമയത്ത് ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ദൈവം അവനെ വിളിക്കും, വേർതിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. ഈ ആശ്വാസത്തിൻ്റെ വാക്കുകൾ കേട്ട് ഇവരുടെ പ്രാർത്ഥനയ്ക്ക് പിന്നെയും ചൂടുകൂടി. ഇവർ പ്രാർത്ഥന നിരന്തരമായി ഓഗസ്റ്റിന് വേണ്ടി അർപ്പിക്കുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ ഇദ്ദേഹം വളരെ ഇമ്മോറലായിട്ടൊരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല ജാതിക ഫിലോസഫിയൊക്കെ പഠിക്കുകയും അങ്ങനെയൊക്കെയുള്ളൊരു ലൈഫിലായിരുന്നു. ഒരു ദിവസം വളരെ ഡിപ്രസ്ഡായി ഒരു വല്ലാത്ത സ്ഥിതിയിൽ ഒരു ഗാർഡനിൽ ഇയാൾ നടക്കുക. ചരിത്രമാണ് പറയുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ കുട്ടികൾ ആ ഗാർഡനിൽ കളിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികൾ ഈ കളിയിൽ അവർ ലാറ്റിൻ ഭാഷയിൽ ടോലെ ലഗി ടോലെ ലഗി ടോലെ ലഗി എന്നിങ്ങനെ പറയുക. അതിനൊരു അർത്ഥമുണ്ട്. അർത്ഥം ഇതാണ്: പിക്ക് അപ്പ് ആൻഡ് റീഡ്, പിക്ക് അപ്പ് ആൻഡ് റീഡ്, പിക്ക് അപ്പ് ആൻഡ് റീഡ്. അർത്ഥം എന്താണ്? എഴുന്നേറ്റ് അല്ലെങ്കിൽ എടുത്തു വായിക്കുക, എടുത്തു വായിക്കുക. ഇത് കുറെ പിള്ളേരിങ്ങനെ പറയുകയാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ ഗാർഡനിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബൈബിൾ അവിടെ കിടക്കുന്നത് കണ്ടത് എടുത്ത് തുറന്നത് റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യത്തിലേക്കാണ്. ഒന്ന് വായിക്കാമോ അത്? പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്ക, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല,
കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. ഈ വാക്കുകൾ ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ സ്പർശിച്ച് പരിശുദ്ധാത്മാവ് ആഴമേറിയ പാപബോധം ഈ അഗസ്റ്റിന് കൊടുത്തു. ആ കൺവേർഷൻ എക്സ്പീരിയൻസ് ആണ് തന്നെ ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു ഭയങ്കര സെയിൻ്റാക്കി മാറ്റിയത്. സഭാചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വലുതാണ്. He is considered as the greatest saint in the first 1000 years of Christian church. റോമാലേഖനത്തിലെ ഒറ്റ വാക്യമാണ് പിടിച്ചു കുലുക്കിയത്. Praise the Lord. വേറെ ഒരു വലിയ മനുഷ്യനാണ്, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്, നവീകരണ പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിച്ച ആള്, മാർട്ടിൻ ലൂതർ. How did he come to the Lord? അദ്ദേഹം റോമാലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കത്തോലിക്ക പുരോഹിതന് അന്തരാത്മാവിൽ വലിയ ദൈവപ്രവർത്തനം ഉണ്ടായി. അങ്ങനെയാണ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ഉണ്ടായത്. പ്രൈസ് ദ ലോർഡ്. സുവിശേഷം എന്താന്ന് മനസ്സിലാക്കുക. നിങ്ങളിൽ പലർക്കും സുവിശേഷം അറിയത്തില്ല പ്രിയപ്പെട്ടവരെ. എന്താ സുവിശേഷം? പെന്തക്കോസ്തിൽ കൈവക്ക്, യേശു എന്ന് പറ, ഏറ്റു പറ. Is that the gospel? What is the gospel? അതാണ് റോമാലേഖനത്തിൽ പോളിന് പഠിപ്പിക്കാനുള്ളത്. That's his thesis. This is the systematic theology of salvation. Amen. എഴുത്തുകാരൻ പോളാണ്. പോൾ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. തന്നെ പരിചയപ്പെടുത്താൻ 2-3 കാര്യങ്ങൾ പറയുന്നെങ്കിലും താനൊരു വാക്ക് ഉപയോഗിക്കുന്നതാണ് തുടർന്നുള്ള സമയത്തിൽ എനിക്ക് അല്പം പറയാനുള്ളത്. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തോലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്. ഇവരെ ഇതുവരെ കണ്ടിട്ടില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ പറയാം തന്നെക്കുറിച്ച് പരിചയപ്പെടുത്താൻ. അപ്പോസ്തോലൻ എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഈസ് യൂസിങ് അനദർ വേർഡ് ദേർ. അപ്പോസ്തോലനാണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ ദാസനാണ്. യേശുക്രിസ്തുവിൻ്റെ ദാസനാണ്. ഈസ് എ സെർവൻ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ശരിക്കും പോളിനെ അവരെ ഇംപ്രസ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കാം പൗലോസിന്. കണ്ടിട്ടില്ലാത്ത ഒരാളുടെ അടുത്തായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ക്രെഡൻഷ്യൽസ് ഒന്ന് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്? പോളിന് എന്തെല്ലാം പറയാനുണ്ട്? അപ്പോസ്തലപ്രവൃത്തി 22:3 അതനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടി താൻ ഒരു സ്കോളറാണെന്ന് പറയാം. ഗമാലിയേലിൻ്റെ കാൽപാദത്തിൽ ഇരുന്ന് ന്യായപ്രമാണം പഠിച്ച ഒരു പണ്ഡിതനാണ് ഞാൻ, പൗലോസ് എന്ന പണ്ഡിതൻ. But he doesn't use that. അപ്പോസ്തലപ്രവൃത്തി 22:28 തന്നെ നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം ഒരു റോമൻ പൗരനായിരുന്നു. I am a Roman citizen. അവരെ ഇംപ്രസ് ചെയ്യായിരുന്നു. Paul doesn't use that. 22:6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല. ലൂക്കോസ് 3 പോളിന്റെ കൺവേർഷൻ എഴുതിയിരിക്കുന്നത്. അത്രമാത്രം സഭാചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഒരു കാര്യമാണ് പൗലോസിന്റെ കൺവേർഷന്. ആ കൺവേർഷനിലെ പ്രധാനപ്പെട്ട കാര്യം എന്താ? നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 9 അറിയാം. അത് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവുമായിട്ട് നേരിട്ടൊരു എൻകൗണ്ടർ. പോളിന് വേണേ പറയായിരുന്നു, യു നോ ഹു ഐ ആം, ഐ ആം an apostle, I saw the Lord spoke to me. He's not using that. He's saying I'm a servant of Jesus Christ. 2 കൊരിന്ത്യർ 12:2 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാം, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. നമ്മളായിരുന്നു ഇതൊക്കെയാണ് പറയുന്നത്. ബ്രദറെ, എൻ്റെ കൃപാവരങ്ങൾ അറിയാമോ? ഞാൻ സ്വർഗത്തിൽ പോയിട്ട്. ഇപ്പോൾ ഒത്തിരി പേര് ബുക്കുകൾ ഇറക്കുക, സ്വർഗത്തിൽ പോയിട്ട് വന്നു. Paul didn't say that. Paul said, I am a servant of Christ. സ്തോത്രം.
ഒരുപാട് ക്രെഡൻഷ്യൽസ് അദ്ദേഹത്തിന് പറഞ്ഞ് റോമിലുള്ള വിശുദ്ധന്മാരെ ഇമ്പാക്റ്റ് ചെയ്യാൻ കഴിയും. അദ്ദേഹം അത് ഉപയോഗിക്കാതെ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. വിളിക്കപ്പെട്ട അപ്പോസ്തോലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്. ഈസ് ആൻ അപ്പോസ്റ്റോൽ, അയക്കപ്പെട്ടവനാണ്, സുവിശേഷത്തിന് വേണ്ടി അയക്കപ്പെട്ടവനാണ്. ബട്ട് ഹി ഈസ് ഓൾസോ എ സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവിടെ ആ സെർവന്റ് എന്നുള്ള പദപ്രയോഗം ഡൂലോസ് ക്രിസ്തു ഇസോ, ബോൺ സെർവന്റ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. ബോൺ സെർവന്റ്, കേവലം ഒരു സെർവന്റ് അല്ല. കേവലം സെർവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ശമ്പളം കൊടുക്കുന്നു, അവർ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ വർക്ക് ചെയ്യും. ശമ്പളം കുറവാണെന്ന് ചോദിച്ചാൽ they will demand a pay rise. If you cannot give, they say I don't want your job. കേവലം ഒരു സെർവന്റ് ആണെങ്കിൽ ന്യായമായി അദ്ദേഹത്തിന് അവകാശങ്ങളുണ്ട്, ഉന്നയിക്കാം. പൗലോസ് ആ വാക്കല്ല, ഡൂലോസ് എന്ന് പറഞ്ഞാൽ സ്ലേവ്, എ സ്ലേവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യെസ്, എൻ്റെ ശുശ്രൂഷ അപ്പോസ്തോലിക ശുശ്രൂഷ. ബൈ ദ വേ, ശുശ്രൂഷയെ കുറിച്ച് ഒരു ബോധ്യമുണ്ട്, പലർക്കും അതില്ല. What is your ministry? What has the Lord called you to? Paul പറയാ, I am an apostle of the gospel. Relationship with Christ, I am a bond servant എന്ന് പറഞ്ഞാൽ slave. എനിക്ക് ഒരു അധികാരങ്ങളുമില്ല, എനിക്ക് ഒരു റൈറ്റ്സുമില്ല, അവകാശങ്ങളുമില്ല. I am sold out for Christ. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, അവൻ എന്നെ വിലയ്ക്ക് വാങ്ങി. ഇനി എനിക്ക് എൻ്റെ ഒരു കാര്യവും ചെയ്യാനില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഇന്നത്തെ പ്രധാനപ്പെട്ട ദൂത്, നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മനോഭാവം വന്നിട്ടുണ്ടോ? സുവിശേഷത്താൽ പിടിക്കപ്പെട്ട് ഞാൻ ഇനി എനിക്കുള്ളവനല്ല, എന്നെ വില കൊടുത്ത് എന്നെ വാങ്ങിയ ഒരുവനുണ്ട്, ഞാൻ അവൻ്റെ അടിമയാണ് എന്ന് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് പകൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ, സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കണം? എൻ്റെ സമ്പത്തോ, അങ്ങനെ എവിടെയാ സമ്പത്ത്? എൻ്റെ വീടോ, എൻ്റെ വസ്തുവോ, എൻ്റെ കാറ് ബ്രദറെ? ആർ യു എ ബോൺ സെർവന്റ്? ബോൺ സെർവന്റ് സ്ലേവിന് യാതൊരു അധികാരമില്ലെന്ന് മാത്രമല്ല, യജമാനന് ബോധിച്ചതുപോലെ അവനോട് പെരുമാറാം. ആ കാലഘട്ടത്തിൽ തല്ലിക്കൊന്ന പോലും ചോദിക്കാനുള്ളതില്ല. That was the condition of a slave. റോമിലുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാം ഈ ഭാഷ. പോളിന്റെ ഏറ്റവും വലിയൊരു ഭാഷയാണ്, പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ്. നാം നമ്മളെ ഒന്ന് വിലയിരുത്തണം. രക്ഷിക്കപ്പെട്ടു, ഇനി എന്നാ? ഇനി സ്വർഗത്തിൽ പോകാൻ പോവാ. സ്വർഗമുണ്ടെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ആ കമ്മിറ്റ്മെന്റ് ആണ് ഞാൻ പറയുന്ന കമ്മിറ്റ്മെന്റ്. This is a preacher who has been taken up to the third heaven. This is a preacher who has planted churches. അപ്പോഴാ ഒരു ഉണക്കപ്പാട്ട് പാടിയതിന് നമ്മൾ കിടന്ന് ആനയാണെന്നും പറഞ്ഞ് നടക്കുന്നത്. ഒരു പ്രസംഗം പ്രസംഗിച്ചുകൊണ്ട്, ഒരു ദൂത് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് വലിയ പുള്ളിയാണെന്നും പറഞ്ഞ് നടക്കുന്നത്. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്യുന്ന, ധാരാളം സഭകൾ സ്ഥാപിച്ച, 13ഓളം ലേഖനങ്ങൾ എഴുതിയ, മരിച്ചവരെ തന്റെ മിനിസ്ട്രിയിൽ ഉയർപ്പിച്ച ഭക്തൻ പറയുകയാണ്, ഞാൻ അടിമയാ, അടിമ. I am a slave of Jesus. He is my master. അതാണ് അർത്ഥം. I am the doulos, he is the kurios. നമ്മൾ പറയുന്നു, എന്താ പറയുന്നേ? മത്തായി 7 എഴുതിയിരിക്കുന്ന പോലെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നുണ്ട്. കർത്തൃത്വം ശരിക്കുണ്ടെങ്കിൽ നമ്മൾ അടിമത്വത്തിൽ വരും. യേശുവിൻ്റെ അടിമ. I have found only very few slaves of Christ. എല്ലാവർക്കും അവരവരുടെ അജണ്ടയാണ്. പാപത്തിന്റെ ദാസനായിരുന്ന പൗലോസ് സുവിശേഷത്താൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ he becomes a slave of Jesus. That is the gospel.
ഒരടിമത്വത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചത് യേശു എന്ന നാഥന്റെ അടിമയാകാനാ. ആ അടിമത്വത്തിലാണ് സ്വാതന്ത്ര്യം. There is true freedom in being a slave of Jesus Christ. That is true freedom. അതാണ് ശരിക്കും ഫ്രീഡം. താൻ വാദി, ദൈവം വാദി. They are not properly born again. Praise the Lord. ഈ വചനം ഇന്ന് പകൽ നമ്മളെ ശുദ്ധീകരിക്കണം. ഈ വചനം കേട്ടിട്ട് എഴുതി തള്ളരുത്. ഇന്ന് രാത്രിയിൽ നമ്മുടെ വ്യക്തിപരമായ സമർപ്പണത്തെ ശോധന ചെയ്യണം. ഞാൻ ക്രിസ്തുവിൻ്റെ അടിമയാണോ? അടിമയെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ എനിക്ക് റൈറ്റ്സ് ഇല്ല. എപ്പോഴും 24 hours serving the master. അവൻ്റെ പ്രീതി എന്നുള്ളതല്ലാതെ എനിക്ക് ഒന്നുമില്ല. എൻ്റെ സമയം എങ്ങനെയായിരിക്കണം? അവൻ പറയുന്ന പോലെ. എൻ്റെ സമ്പത്ത് അവൻ പറയുന്ന പോലെ. ഹി ഈസ് ദ മാസ്റ്റർ. ആരോഗ്യം അവൻ പറയുന്ന പോലെ. എല്ലാം. ദാറ്റ് ഈസ് ട്രൂ ഡിസൈപ്പിൾ. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ബിക്കമിങ് എ സ്ലേവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാ നമ്മുടെ അവകാശങ്ങളും അവന് സമർപ്പിക്കപ്പെടുവാൻ. സ്വന്തമായി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എനിക്ക് തീരുമാനങ്ങളില്ല. കർത്താവിന് ഇഷ്ടമുള്ളത് എൻ്റെ ജീവിതത്തിൽ ചെയ്യണം. അതായിരിക്കണം നമ്മുടെ സമർപ്പണം. അതായിരിക്കട്ടെ നമ്മുടെ സമർപ്പണം. ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോട് പറയാം, സ്കൂൾ കഴിഞ്ഞെന്താ? സ്കൂൾ കഴിഞ്ഞ് ഗ്രാജുവേഷൻ പോകണം. എന്തായിരിക്കും എടുക്കുന്നത്? അത് ഞാനോ ഇങ്ങനെ ആയിരിക്കും എടുക്കുന്നത്. യു ഹാവ് നോ റൈറ്റ്. രക്ഷിക്കപ്പെട്ട ഒരു അടിമയാണെങ്കിൽ ദ മാസ്റ്റർ മസ്റ്റ് ഡിക്റ്റേറ്റ്. അതാണ് ഞാൻ ആകേണ്ടത്. ഓക്കെ, പഠിത്തം എല്ലാം കഴിഞ്ഞ് ഇനി എന്താ? ഐ ഡോണ്ട് നോ. മാസ്റ്റർ പറയുന്നവരോ നടക്കണം. ശുശ്രൂഷകളോ എവിടെ പോകണം? മാസ്റ്റർ പറയുന്നതാണ്. നമ്മുടെ ഇഷ്ടമല്ല. എവിടെ ശുശ്രൂഷിക്കണം, എന്ത് ശുശ്രൂഷിക്കണം, റോമാ ലേഖനം എടുക്കാൻ മാസ്റ്റർ പറയാതെ ഐ ഹാവ് നോ റൈറ്റ്. വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നതാണ്. ഐ വോണ്ട് ടു സ്റ്റഡി റോമൻസ്, ഐ വോണ്ട് ടു മെഡിറ്റേറ്റ് റോമൻസ്. അനുവാദമില്ല. ഇപ്പം എൻ്റെ ഉള്ളത്തിൽ എങ്ങനെയാണെന്നറിയാം, വേറെ ഒരിടത്തോട്ട് പോകാൻ ഒക്കുന്നില്ല. അതെന്താ? God put it inside. അടിമ. പോൾ പറയാ, I am an apostle, I am a bond servant. Are you? അതോ സ്വന്തം അജണ്ടകളുണ്ടോ? പുറപ്പാട് പുസ്തകം 21 അധ്യായം 5-6 വാക്യം പെട്ടെന്നൊന്ന് വായിക്കാമോ? മോശയുടെ ന്യായപ്രമാണം എന്താണ്? ഇങ്ങനെയുള്ള സെർവൻസിനെ കുറിച്ച് പറയുന്നവർ വോളണ്ടറിയായി, പെർമനൻ്റായി, ഒരു ബോണ്ട് സ്ലേവായി ഒരു മാസ്റ്ററുടെ അടുത്ത് അവർ സമർപ്പിക്കപ്പെടുമ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? എന്നാൽ ദാസൻ, ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്ത് പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് കതകിന്റെയോ കട്ടളക്കാലിന്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവന്റെ കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന്റെ ദാസനായിരിക്കണം. വോളണ്ടറി ആയിട്ട് പറയുകയാണ്. വോളണ്ടറി ആയിട്ട്. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് കേട്ടോ. ഒരു കഥ. ഒരിടത്ത് ഒരടിമയെ ഒരാള് ഒറ്റ കുത്തിന് കൊല്ലാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അയാള് കുത്തിയപ്പോൾ ഒരു വെള്ളക്കാരൻ ചാടി മുന്നേ വീണു. കുത്തയക്ക് കിട്ടി. അടിമ രക്ഷപ്പെട്ടു. അടിമയെ രക്ഷപ്പെടുത്താനായി ചാടി വീണ പുള്ളി കുത്തിയ ആളിനോട് പറയുന്നു, യജമാനോട് പറയുന്നു, ഇനി അടിമയെ നിങ്ങൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, നിങ്ങൾ അവനെ കുത്തിയതാണ് കൊല്ലാൻ, ഞാൻ ആ കുത്തെടുത്തു, അവനെ ഇനി വെറുതെ വിടണം. മനസ്സില്ല മനസ്സോടെ യജമാനൻ വെറുതെ വിട്ടു. അവൻ പോവുകയാണ്. അപ്പോഴാ ഈ വെള്ളക്കാരൻ ബ്ലഡിയായി, വസ്ത്രമെല്ലാം ബ്ലഡായി നിൽക്കുന്ന ആ നിലയിൽ അവന് നടക്കാൻ തുടങ്ങി.
ഇത് കണ്ടുകൊണ്ട് രക്ഷപ്പെട്ട സ്ലേവ് ഓടി വന്ന് കാലിലോട്ട് പൊത്തോന്ന് വീട്ടിട്ട് പറയാ, ഞാൻ പോത്തില്ല, ശിഷ്ടായുസ്സും മുഴുവനും ഞാൻ അങ്ങേ സേവിക്കും. ഇതാണ് നാം ക്രിസ്തുവിനോട് ന്യായമായി പ്രതികരിക്കേണ്ടത്. എൻ്റെ ജീവിതമെന്ന് പറഞ്ഞൊരു ജീവിതമില്ല. അതിനല്ല നമ്മളെ രക്ഷപ്പെടുത്തിയത്. പാപത്തിൻ്റെ അടിമച്ചന്തയിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടു. ഇനി ഞാൻ എൻ്റെ സ്വന്തമല്ല, എന്നെ വിലയ്ക്ക് വാങ്ങിയവന്റെ വകയാണ്. അതാണ് സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് ദ ഗോസ്പൽ, ഓർ ദ ഗോസ്പലിന്റെ ട്രാൻസ്ഫോമിംഗ് പവർ. അതാണ് പാപികളിൽ വെച്ച് ഒന്നാമനെന്ന് തന്നെത്താൻ വിശേഷിപ്പിച്ച പൗലോസ് പറയുക, ഐ ആം എ ബോൺ സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ പപ്പായുടെ ഇഷ്ടം, മമ്മയുടെ ഇഷ്ടം. എന്തോന്നും മമ്മ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് മമ്മമാരെയും ഒക്കെ ന്യായമായി നോക്കണം. ബട്ട് യു ആർ എ സ്ലേവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൈവം ആവശ്യപ്പെടുന്നതിന് വിപരീതമായും മമ്മായും പപ്പായും ഒന്നും നിൽക്കാൻ നീ അനുവദിക്കരുത്. Praise the Lord. See how focused Paul was. പൗലോസ്, he was a slave. 1 കൊരിന്ത്യർ ലേഖനം 7:22, എഫേസ് ലേഖനം 6:6, കൊലോസ് ലേഖനം 4:12 എടുക്കാൻ വേണ്ടിയല്ല. വിശ്വാസികളെക്കുറിച്ചും സ്ലേവ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ്. പൗലോസിനെ കുറിച്ച് തന്നെ ഈ പ്രയോഗങ്ങൾ ഫിലിപ്പ് ലേഖനം 1:1 ഗലാത്യർ 1:10 ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ വിശുദ്ധന്മാരെ കുറിച്ചും ഇത് പറയുന്നുണ്ട്. അത് ഞാൻ പറയാൻ കാരണം, പൗലോസ് അങ്ങനെ വലിയ ആള്, ബോണ്ട് സെർവൻ്റ് ഒക്കെ, നമ്മളൊക്കെ സാധാ വിശ്വാസം അല്ല. രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചും തിരുവെഴുത്ത് ഇതാണ് പറയുന്നത്. We are slaves of Christ, doulos. ഹല്ലേലൂയ. നമ്മൾ നിർത്താൻ പോകുക. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തോലനും, അപ്പോസ്തോലിക ശുശ്രൂഷയെക്കുറിച്ച് തനിക്കൊരു ഉറപ്പുണ്ട്. He is an apostle. The word apostle means one who is sent by God. ഇന്നത്തെ കാലത്ത് മിഷണറി എന്ന് പറയുന്ന പോലെ അപ്പോസ്തോലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്, റോമിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. അത് കേട്ടോ, റോമിലുള്ള ദൈവസഭയിലുള്ള ദൈവമക്കളെ കുറിച്ച് പറയാം, പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. 3-ാം വാക്യം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് വേഗത്തിൽ വായിക്കാമോ? ഒരു പക്ഷെങ്കിൽ അത് ചിലപ്പം ഇംഗ്ലീഷിൽ ഫസ്റ്റ് വേഴ്സ് മുതൽ വായിച്ചോളൂ. Paul, a servant of Christ, called to be an apostle, set apart for the gospel of God. അത് ശ്രദ്ധിച്ചോ, gospel of God. God is the source of the gospel. Jesus Christ is the theme of the gospel. Beforehand, through his prophets, regarding his son, Verse 7. To all in Rome
who are loved by God, അത് കേട്ടോ, and called to be saints. ചത്തുപോയി കഴിഞ്ഞല്ല സെയിന്റ് ആകുന്നത്. We are called to be saints through the gospel. ആ സെയിന്റ് എന്ന പദപ്രയോഗം നമ്മൾ പഠിച്ചാലേ അതിൻ്റെ ഒരർത്ഥം സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്. ഞാൻ രക്ഷിക്കപ്പെട്ടു, ദൈവം എന്നെ സെയിൻ്റായി കണക്കിടുന്നു. വാട്ട്സ് ദ മീനിങ്? ഐ ആം സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്. ഈ കഴിഞ്ഞ ദിവസം എന്നെ അത് വളരെ ചിന്തിപ്പിച്ചു. എനിക്ക് മറ്റുള്ളവർ സംസാരിക്കുന്നതിലൊക്കത്തില്ല. എന്താ? നാക്ക് സെറ്റ് അപ്പാർട്ട് ഫോർ ദ ഗോസ്പൽ. വേറെ പലരും നോക്കുന്നിടത്ത് ഒക്കത്തില്ല. ഐസ് ആർ സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്. വേറെ ആളുകൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ ഒക്കത്തില്ല. സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്. വേറെ ആളുകൾ പ്രവർത്തിക്കുന്ന പോലെ ഈ കരം കൊണ്ട് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. എന്ത്? സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്. അവരാണ് സെയിൻസ്. വി ആർ സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്സ് യൂസ്. ദൈവത്തിന് ബോധിച്ചതുപോലെ ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ തക്കവണ്ണം വേറിട്ട് നമ്മളെ നിർത്തിയിരിക്കുക. വിശുദ്ധർ, set apart. This vessel is only for the use of God. കർത്താവിൻ്റെ വരവെങ്കിൽ സെറ്റ് അപ്പാർട്ട് അല്ലെങ്കിൽ we will be shocked. Praise the Lord. ഈ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് വാസ്തവത്തിൽ ഇൻട്രൊഡക്ഷൻ. അത് മലയാളത്തിൽ ഈ 7-ാം വാക്യം ഇംഗ്ലീഷിൽ എഴുതിയത് 3-ാം വാക്യത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ 7-ാം വാക്യത്തിലെ കാര്യങ്ങളുടെ ഒന്ന് ചിന്തിച്ചത്. പ്രധാനമായി 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ പൗലോസ് അപ്പോസ്തലനാണെങ്കിലും he is a doulos, a servant of Jesus Christ. സുവിശേഷത്തിൻ്റെ സോഴ്സ് ദൈവമാണ്. The gospel of God. സുവിശേഷത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ്. ഇത് പെട്ടെന്ന് കണ്ടുപിടിച്ചൊന്നുമല്ല, പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി അറിയിച്ചതാണ്. ആർക്കാ ഇത് എഴുതുന്നത്? ടു ദ ചർച്ച് ഇൻ റോം. വിളിച്ച് ദൈവം വേർതിരിച്ച ഒരു സംഘം അവർക്ക് എഴുതുകയാണ്. ആൻഡ് ഫോളോയിങ് വീക്സ് കർത്താവ് അനുവദിക്കുന്നത് പോലെ നിങ്ങൾ പ്രത്യേകം ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. റോമാ ലേഖനത്തിൻ്റെ കണ്ടന്റിലേക്ക് ഇറങ്ങണം. 1:18 മുതൽ 3-ാം അധ്യായത്തിൻ്റെ പകുതി വരെ ദ ബാഡ് ന്യൂസ് അബൌട്ട് സിൻ. ജാതികൾ കണ്ടംഡാണ്, ആൻഡ് സോ ഈസ് ദ ജ്യൂസ്. അതിനുള്ള പരിഹാരം. ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പം മരുന്ന് വേണമെങ്കിൽ ആദ്യം എന്താണ്? ദ ബാഡ് ന്യൂസ്, യു ഗോട്ട് സച്ച് ആൻഡ് സച്ച് എ ഡിസീസ്. ഇതുപോലാണ് പോൾ. മനുഷ്യൻ്റെ പ്രശ്നം പാപമാണ്, അതിനുശേഷം പരിഹാരം, മരുന്ന്. ആമേൻ. കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കും.